നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സ് ആണ്. ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത് ഒരാളുടെ ഹാൻഡ് പ്രിൻറ്റ് വെച്ചിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും ഹാൻഡിൻ്റെ പാറ്റേൺ കളക്ട് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. സിമിലർ ടു ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. ഫിംഗർ പ്രിൻറ്റിംഗ് പോലെ തന്നെയാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് സ്കാൻ ടെക്നോളജി അല്ലെങ്കിൽ ഹാൻഡ് സ്കാൻ ജോമെട്രിയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ ഫിംഗർ പ്രിൻറ്റിൽ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ലൈൻസും റിഡ്ജസും ഒക്കെയുള്ള ഒരു പാറ്റേൺ ആണ്, ഒരു പ്രിൻ്റാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ പ്രിൻ്റാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ടൈം വെരിഫിക്കേഷൻ്റെ ടൈമിൽ അത് ഡേറ്റാബേസിൽ നിന്ന് എടുത്തിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഹാൻഡ് പ്രിൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇന്നർ സർഫസ് ഓഫ് ദ ഹാൻഡ് ആണ്. ബിറ്റ്വീൻ അതുപോലെ അത് ഫിംഗേഴ്സിനും എന്താ പറയുക, നമ്മൾ ഈ ഉള്ളം കൈ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഹാൻഡ് പ്രിൻറ്റിൻ്റെ അകത്ത് നമുക്ക് പ്രിൻറ്റ് കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ ലൈൻസ് ഉണ്ട്, റിങ്കിൾസ് ഉണ്ട്, റിഡ്ജസ് ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുന്ന ഹാൻഡ് പ്രിൻറ്റ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് പാം ഏരിയ വരുന്നുണ്ട്, പാം വരുന്നുണ്ട്, ഫിംഗർ വരുന്നുണ്ട്. എല്ലാ ഫിംഗേഴ്സും ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഹാൻഡ് പ്രിൻറ്റിൽ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഹാൻഡ് പ്രിൻറ്റിൻ്റെ പാറ്റേൺ കാണിക്കാം. ഓക്കെ, അതെ, ഇതൊരു ഹാൻഡ് പ്രിൻറ്റ്. ഇതിനകത്ത് രണ്ട് പാറ്റേൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. ഇത് ഫിംഗർ പ്രിൻറ്റിൻ്റെ പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഹാൻഡ് പ്രിൻ്റ് ആണ്. ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഹാൻഡിൻ്റെ റിഡ്ജസ് ഒക്കെയുള്ള ഹാൻഡിൻ്റെ ഓരോ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ പ്രിൻറ്റിൽ കളക്ട് ചെയ്യുന്നത്. ഹാൻഡ് സ്കാൻ ജോമെട്രിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. അതായത് വിഡ്ത്തും ഹൈറ്റും ഹാൻഡിൻ്റെ ഷേപ്പാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ പ്രിൻ്റാണ് നമ്മൾക്ക് ലൈൻസും റിങ്കിൾസും എഡ്ജസും വാലീസും ഒക്കെയുള്ള ആ ഒരു ഹാൻഡിൻ്റെ കംപ്ലീറ്റ് പ്രിൻറ്റിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹാൻഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് നോർമലി സെക്യൂരിറ്റി പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബയോമെട്രിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് ഒരു പേഴ്സൺ ഒരു ഏജ് എത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹാൻഡ് പ്രിൻറ്റ് പിന്നീട് ചേഞ്ച് ആവില്ല. സോ അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബയോമെട്രിക്സ് ആണ് ഹാൻഡ് പ്രിൻറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് സെക്യൂരിറ്റി പേർപ്പസിന് വേണ്ടിയിട്ട് വിശ്വസിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോമെട്രിക് ടെക്നോളജിയാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഓരോ ഹാൻഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിംഗേഴ്സ് എങ്ങനെ വിശ്വസിക്കുന്നു, ഫിംഗർ പ്രിൻറ്റ് ടെക്നോളജി എങ്ങനെ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് അതിൽ കൂടുതൽ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സിൻ്റെ അകത്ത്. കാരണം അതിൽ നമ്മൾ ഒരു സിംഗിൾ ഫിംഗറിൻ്റെ റിഡ്ജസ് ആൻഡ് വാലീസും ലൈൻസും ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡിൻ്റെ ഉള്ളം കൈയുടെ പാമും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഫിംഗേഴ്സിനെയും എല്ലാത്തിനെയും അതിൻ്റെ അകത്തുള്ള ലൈൻസും റിഡ്ജസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അപ്പം അത് കൂടുതൽ ഫീച്ചേഴ്സ് തരും, യൂണിക് ഫീച്ചേഴ്സ് തരും ഫോർ ഐഡൻറ്റിഫൈങ് എ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പം അത് മാത്രമല്ല, ഈ ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് പല ടെക്നോളജീസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ലൈക്ക് പാം പ്രിൻറ്റ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്, അറ്റ് ദ സെയിം ടൈം ഹാൻഡ് സ്കാൻ ടെക്നോളജിയുടെ ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സിൽ നിന്നും. ഓക്കെ, സോ ഇപ്പോൾ ഇതൊരു മൾട്ടി മോഡൽ ബയോമെട്രിക്സ് ആണെന്ന് പറയാം. കാരണം ഇത്രയും ബയോമെട്രിക്സിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സിനെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, റിഡ്ജസും ലൈൻസൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് കമ്പയറിങ് നടത്തുന്നത്. ഓരോരുത്തർക്കും യൂണിക് ആയിട്ടുള്ള ലൈൻസ്, പ്രിൻസിപ്പൽ ലൈൻസും ഒക്കെ ഇതിൻ്റെ അകത്ത് ഈ ഒരു പാം ഏരിയയിലും അതുപോലെ തന്നെ ഫിംഗേഴ്സിലും ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസിലി ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പം
റിഡ്ജസും റിഡ്ജസ് എന്ന് പറയുന്നത് ആ ഒരു ഇപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ലൈൻസിനെയാണ് നമ്മൾ റിഡ്ജസ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ വൈറ്റ് പോർഷനെയാണ് നമ്മൾ ഫെറൂസ് അല്ലെങ്കിൽ എന്താണ് വാലീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ഓരോ ലൈൻസിനെയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് പ്രിൻറ്റിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ റിഡ്ജസും ഫെറൂസും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വാലീസ് വെച്ചിട്ട് നമുക്ക് അതിന് മാത്രം ടെംപ്ലേറ്റ്സിൻ്റെ പാറ്റേൺ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഇതിൽ നിന്നും കിട്ടും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി വെച്ചിട്ട് ഒരു പേഴ്സണെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഹാൻഡ് സ്കാൻ ജോമെട്രി അല്ലെങ്കിൽ ഹാൻഡ് സ്കാൻ ടെക്നോളജിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ഒരു ഹാൻഡിൻ്റെ ഷേപ്പാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതിൻ്റെ അകത്ത് ഹാൻഡിൻ്റെ അകത്തുള്ള ഉള്ളിലത്തെ പോർഷൻ്റെ അകത്ത് പാം അതുപോലെ തന്നെ ഫിംഗേഴ്സിൻ്റെ അകത്തുള്ള ലൈൻസിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫിംഗർ പ്രിൻറ്റിൽ നമ്മൾ എങ്ങനെയാണോ പ്രിൻ്റ് എടുക്കുന്നത് അതുപോലെ കംപ്ലീറ്റ് ഹാൻഡിൻ്റെ പ്രിൻ്റാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഹാൻഡ് പ്രിൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. സോ ഇപ്പോൾ ഹാൻഡ് പ്രിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നത് യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിഡ്ജസും വാല്യൂസുമാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള യുണീക്ക് ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ടെംപ്ലേറ്റിൻ്റെ അകത്ത് ഫിംഗേഴ്സ്, അതും ആക്ച്വലി നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ അകത്ത് എടുക്കുന്നത് പോലെ തന്നെ ഫിംഗേഴ്സിൻ്റെയും പാം ഏരിയയുടെയും കംപ്ലീറ്റ് പ്രിൻ്റാണ് ഇവിടെ എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നമ്മൾ പാമിൻ്റെയും ഫിംഗേഴ്സിൻ്റെയും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് കുറേയധികം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നിങ്ങളുടെ പാമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ കുറേയധികം ഈ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് പ്രസൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അതിനെ നമുക്ക് അത് എത്രമാത്രം ഡീപ്പറാണ് അല്ലെങ്കിൽ ലോങ്ങർ ആണ് അല്ലെങ്കിൽ ക്ലിയറർ ആണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടെംപ്ലേറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട്, ഗുഡ് ക്വാളിറ്റി ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന ഹാൻഡ് പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് നമുക്ക് എത്രമാത്രം നല്ല ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വരുന്നത്. അതായത് ഏത് ബയോമെട്രിക് ടെക്നോളജി നോക്കിയാലും ബയോമെട്രിക് ഡേറ്റ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കിട്ടുന്നത് അത്രയും ക്ലിയറർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈൻസൊക്കെ അത്ര ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഗുഡ് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്നും ആക്യുറേറ്റ് ആയിട്ട് ഇന്ന പേഴ്സൺ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്രയും പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഡീപ്പർ, ലോങ്ങർ ആൻഡ് ക്ലിയറർ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഗുഡ് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ഈസ് ഓഫ് യൂസ്, സ്റ്റേബിൾ, ലോ കോസ്റ്റ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. അതിൽ ലോ കോസ്റ്റ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് എപ്പോഴും നമുക്ക് എക്സ്ട്രാ അധികം കോസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ഈ ഒരു ഡിവൈസിൽ കൊണ്ട് റെസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് അതിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ആദ്യം യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും, എങ്കിൽ പോലും നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് റെറ്റിന അല്ലെങ്കിൽ ഐറിസ് പോലെ അത്രയും ബുദ്ധിമുട്ട് യൂസേഴ്സിന് തരുന്ന ഒരു ടെക്നോളജി അല്ല ഇത്. ദെൻ സ്റ്റേബിൾ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഹാൻഡിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് യൂഷ്വലി അത് ചേഞ്ച് ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ സ്ട്രെങ്ത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇപ്പോൾ സ്ട്രെങ്ത് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ട്രെങ്ത്തിൻ്റെ അകത്ത്
ഫസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇക്വലൻറ്റ് ടു ഫിംഗർ പ്രിൻ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റിൽ നമ്മൾ ഒരു ഫിംഗറിൻ്റെ മീൻസ് ഒരു തമ്പ് മാത്രമാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഹാൻഡിൻ്റെ ആണ് എടുക്കുന്നത്, പാം അതുപോലെ തന്നെ ഫിംഗേഴ്സും. ഓക്കെ, സോ ഫിംഗർ സ്കാൻ ടെക്നോളജി എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഈ ഒരു സ്കാനിങ് ഡിവൈസിലേക്ക്, അതായത് ഒപ്റ്റിക്കൽ സ്കാനർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ഒരു ഹാൻഡ് പ്രിൻറ്റ് കളക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഒപ്റ്റിക്കൽ സ്കാനറിലേക്ക് നമ്മുടെ ഹാൻഡ് സിംപ്ലി പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. സോ അപ്പോൾ യൂസേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും ഈ ഒരു ടെക്നോളജി. സോ നെക്സ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് നമുക്ക് ഈ ഒരു ടെക്നോളജി സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമല്ല, മൾട്ടി ഓത്തൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ മൾട്ടി ഓത്തൻറ്റിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. പാം എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിനകത്ത്. ഹാൻഡ്, പാം ഇതെല്ലാം കൂടെ, ഫിംഗർ എല്ലാം കൂടെ കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. സോ അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓത്തൻറ്റിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഞാൻ വേറൊരു ഇതിനകത്തുള്ളൊരു പ്രോബ്ലമാണ് നമ്മുടെ ഈ ഹാൻഡ് പ്രിൻറ്റ് എന്ന് പറയുന്നത് കോപ്പി ചെയ്യാനുള്ള, ഇമ്പോസ്റ്റേഴ്സ് കോപ്പി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കാനറിൽ നിന്ന് തന്നെ ഇത് ഹാൻഡ് പ്രിൻറ്റ് ലൈവായിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻ വെക്കാനുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ്റെ സമയത്ത് ഹാൻഡ് പ്രിൻറ്റ് വേറൊരു സ്കാനറിൽ നിന്ന് അല്ല ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലല്ല ബയോമെട്രിക് ഡേറ്റ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ സ്കാനറിൽ നിന്ന് മാത്രം ഹാൻഡ് പ്രിൻറ്റ് പോയാൽ മാത്രമാണ് കറക്റ്റായിട്ട് എനിക്ക് ഒത്തൻറ്റിക്കേറ്റ് ചെയ്ത് കയറാനായിട്ട് പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും സ്കാനറിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഹാൻഡ് പ്രിൻറ്റ് വേറൊരാൾക്ക് അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്ത് കയറാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അടുത്ത ഒരു സ്ട്രെങ്ത്തും കൂടെ പറയുന്നുണ്ട്. അതായത് സ്ട്രോങ്ങർ ദാൻ പാസ്വേഡ് പ്രൊട്ടക്ഷൻ അലോൺ. നമ്മൾ ഒരു ട്രഡീഷണൽ ഓത്തൻറ്റിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് എന്തുകൊണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഫാർ ബെറ്ററാണ് ഈ ഒരു ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ അടുത്തത് വീക്ക്നെസ്സസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹാൻഡ് പ്രിൻറ്റ് എന്ന് പറയുന്നത് ഈസിലി കോപ്പി ചെയ്യാനായിട്ട്, റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒന്നാണ്. അതാണ് ഫസ്റ്റ് ഇതിൻ്റെ വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് BMP ഫയൽസ് ആയിട്ട്, ഇമേജ് ഫയൽ ഫോമാറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ അത് വേറൊരു അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹാൻഡ് പ്രിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്കാനറിൽ നിന്നും കയറണം എന്നൊരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ഈസിലി അത് കോപ്പി ചെയ്യാനും അത് നമ്മുടെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഹാൻഡ് പ്രിൻറ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഓതറൈസ്ഡ് എന്നുള്ള രീതിയിൽ ഇതിനകത്തേക്ക് കയറാനും സാധിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് വീക്ക്നെസ്സസിൽ ഫസ്റ്റ് വൺ വരുന്നത്. ദെൻ അടുത്തത് ഈ ഒരു ടെക്നോളജി കൺസിഡർ ചെയ്യുന്നത് ഒട്ടും സെക്യൂർഡ് അല്ല കമ്പയർഡ് ടു റെറ്റിനൽ ഓർ ഐറിസ് സ്കാൻ ടെക്നോളജി. അതിപ്പോൾ എല്ലാ ബയോമെട്രിക്സും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളത് റെറ്റിനൽ അതുപോലെ തന്നെ എന്താണ് ഐറിസ് ബയോമെട്രിക്സ് ആണ് എന്ന് നമുക്ക് പറയാം. ബാക്കിയുള്ള ഏത് ടെക്നോളജീസ് എടുത്താലും അത്രത്തോളം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അത്രമാത്രം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ അടുത്തത് ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓണർ വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതായത് ഹാൻഡ് പ്രിൻറ്റ് ഓൾറെഡി അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നമ്മുടെ ഹാൻഡ് പ്രിൻറ്റ് ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓണർ ഇൻവോൾവ് ആവാതെ തന്നെ അവർക്ക് ആ ഒരു ഹാൻഡ് പ്രിൻറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇതിനകത്തേക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കയറാനായിട്ട്, നെറ്റ്വർക്ക് സിസ്റ്റം ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്തേക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കയറാനായിട്ട് അവർക്ക് സാധിക്കും നമ്മുടെ ഹാൻഡ് പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ നമ്മുടെ സ്കാനറിൽ നിന്ന് ലൈവായിട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്ക്നെസ് നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാം. അല്ല എങ്കിൽ ഓണറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആക്സസ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഈ ഒരു ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സിൽ ഉണ്ട്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത് ഒരു
ജനറൽ വർക്കിംഗ് ആണ് പറയുന്നത്. സോ അപ്പം ഒപ്റ്റിക്കൽ സ്കാനറാണ് കൊണ്ട് കൈ പ്ലേസ് ചെയ്ത് വെക്കുക, നമ്മുടെ ഹാൻഡിൻ്റെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. ദെൻ ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് എല്ലാ ടെക്നോളജിയിലും, എല്ലാ ബയോമെട്രിക്സ് ടെക്നോളജിയിലും ഹൈ ക്വാളിറ്റി ഇമേജ് ക്യാപ്ചർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് നമുക്ക് അക്വയർ ചെയ്യേണ്ടത്. സോ അപ്പം ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ ഫിംഗർ സ്കാൻ ടെക്നോളജിയിൽ പറഞ്ഞ പോലെ തന്നെ ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് മെഷർ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്, സെയിം ഇതിൽ തന്നെയാണ്, ഡോട്ട്സ് പെർ ഇഞ്ചിൽ തന്നെയാണ് ഇവിടെയും ഹാൻഡ് പ്രിൻറ്റിൻ്റെ എന്താണ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ യൂസർ റൈറ്റ് ഹാൻഡാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, സ്കാനറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെക്കേണ്ടത്. അത് വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ദെൻ അതുപോലെ തന്നെ ഈ ഇമേജ് എന്താണ് ഒരു ഇമേജ് ഫയൽ ഫോമാറ്റിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഹാൻഡ് പ്രിൻറ്റ് ഇമേജസ് BMP ഫോമാറ്റിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഇമേജ് ഫോമാറ്റിലാണ് അത് ക്യാപ്ചർ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ടെംപ്ലേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും. ക്വാളിറ്റി ഇമേജ് അക്വയർ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വർക്കിങ്ങിൻ്റെ phase 1 ഇമേജ് അക്വിസിഷൻ ആണ്. ദെൻ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വൺസ് വി ഗോട്ട് ദ ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമ്മൾക്ക് യൂസബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെയും നമുക്ക് അതിനെ ഒരു യൂസബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇമേജ് പ്രോസസ്സിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇമേജ് പ്രോസസ്സിങ്ങിൽ കിട്ടിയിരിക്കുന്ന ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഇമേജ് ഫോമാറ്റിലുള്ള BMP ഫോമാറ്റിലുള്ള ഇമേജിനെ സബ് റൂട്ടീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട പോർഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഇത് കളറാവാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് മേ ബി കളർ അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. സോ എനിവേസ് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ റിഡ്ജസും വാലീസും നമുക്ക് നന്നായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിലേക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അപ്പോൾ അൺവാണ്ടഡ് പോർഷൻസ് റിമൂവ് ചെയ്യുക, വേണ്ടാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇമേജ് പ്രോസസ്സിംഗിൽ നടക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് phase 2 ആണ്. സോ phase 1 ഇമേജ് അക്വിസിഷൻ, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ഷൻ ആണ്. ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം റിഡ്ജസ് ആൻഡ് ഫെറൂസ് ആണ് ഇതിനകത്ത് പാമിൻ്റെ അകത്തും ഫിംഗേഴ്സിൻ്റെ അകത്തും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സോ അപ്പം അതിനെയാണ് നമ്മളിവിടെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചറായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുക. സോ അപ്പം ഫീച്ചർ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ദെൻ ആ ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ടെംപ്ലേറ്റ് ജനറേഷൻ പെർഫോം ചെയ്യുന്നത്. ടെംപ്ലേറ്റ് ജനറേഷന് ശേഷം നമ്മൾ ഇതൊരു ഡേറ്റാബേസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ സെൻട്രൽ ഡേറ്റാബേസിൻ്റെ അകത്താകാം, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡേറ്റാബേസിനകത്താകാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് കുറേ അധികമുള്ള ഒരു കമ്പനിയുടെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ മേ ബി അത് സെൻട്രൽ സെർവറിലായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പല ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, അത് സെൻട്രൽ സെർവറിലായിരിക്കാം. മേ ബി നമ്മുടെ ഒരു ലോക്കൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ലോക്കൽ PCക്കകത്തായിരിക്കും അതിൻ്റെ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ നെക്സ്റ്റ് ടൈം ഇയാൾ വരുന്ന സമയത്ത്. സോ അപ്പോൾ ഇത്രയാണ് ടെംപ്ലേറ്റ് ജനറേഷൻ്റെ അകത്ത് വരുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് മാച്ചിങ് ആണ്. ടെംപ്ലേറ്റ് മാച്ചിങ്ങിൻ്റെ അകത്ത് എഗെയിൻ ഈ ഒരു പേഴ്സൺ വന്നിട്ട് സെയിം ഹാൻഡ് പ്രിൻ്റ്, അപ്പം നമ്മുടെ സ്കാനറിൽ നിന്ന് തന്നെ കൊടുക്കണം എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മുടെ സ്കാനറിൽ തന്നെ ലൈവായിട്ട് ഹാൻഡ് പ്രിൻറ്റ് വീണ്ടും കൊടുക്കുക. സോ അപ്പം എഗെയിൻ ഒരു ഹാൻഡ് പ്രിൻറ്റ് എന്താണ് BMP ഫയൽ ഫോമാറ്റിൽ എഗെയിൻ ഒരു ഹാൻഡ് പ്രിൻറ്റ് ജനറേറ്റ് ആവുകയും അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുകയും അതിൻ്റെ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു മാച്ചിങ് ടെംപ്ലേറ്റിനെ എൻറോൾമെൻറ്റ് ടെംപ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം എൻറോൾമെൻറ്റ് സമയത്ത് നമുക്ക് 3 times ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം 3 പ്രാവശ്യം മിനിമം 3 പ്രാവശ്യം നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻ്റ് അല്ല ഹാൻഡ് പ്രിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. 5 ഫേസിലായിട്ട് പറയുന്നത് ഇതൊക്കെയാണ്: ഇമേജ് അക്വിസിഷൻ, ഇമേജ് പ്രോസസ്സിംഗ്, ദെൻ ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ടെംപ്ലേറ്റ് ജനറേഷൻ ആൻഡ് ടെംപ്ലേറ്റ് മാച്ചിങ്. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ബയോമെട്രിക് ആപ്ലിക്കേഷൻസിനകത്താണ്. ഹാൻഡ് പ്രിൻറ്റ് ബയോമെട്രിക്സ് ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ബയോമെട്രിക് ഈ ഒരു ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓത്തൻറ്റിക്കേഷനിലാണ് കൂടുതലായിട്ടും ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബയോമെട്രിക് ടെക്നോളജിയാണ്. ഇനി പ്രൊപ്രൈറ്ററി യൂസേജ് ആണെങ്കിലും ജനറൽ ഓത്തൻറ്റിക്കേഷൻ ആണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നെറ്റ്വർക്ക് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ്റെ ലോഗിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്കുള്ള ലോഗിൻ ആയിരിക്കാം, പ്രോഗ്രാം ആപ്ലിക്കേഷനിലേക്കായിരിക്കാം. ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, പ്രൊപ്രൈറ്ററി യൂസേജും ആവാം, അല്ലെങ്കിൽ ജനറൽ ഓത്തൻറ്റിക്കേഷനും വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് സെക്യൂരിറ്റി ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് ഓത്തൻറ്റിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഹാൻഡ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു സമ്മറൈസേഷനാണ്. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് എല്ലാം കൂടെ ഒരു സ്റ്റെപ്പിലായി, കുറച്ച് 4 സ്റ്റെപ്പിലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജിയിൽ ചെയ്യുന്നത് ഒന്ന് സമ്മറൈസ് പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ദ സ്കാനർ സോഴ്സ്. ഫ്ലാറ്റ് ബെഡ് ആണോ, ഒപ്റ്റിക്കൽ ആണോ, ഏത് സ്കാനറാണോ വേണ്ടത് ആ സ്കാനർ നമുക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് സ്കാൻ, അതായത് നമ്മൾ നമ്മുടെ ഹാൻഡ് കൊണ്ട് ആ പെർട്ടിക്കുലർ സ്കാനറിൽ, മേ ബി ഫ്ലാറ്റ് ബെഡ് ഓർ ഒപ്റ്റിക്കൽ, അതിൻ്റെ അകത്ത് നമ്മുടെ ഹാൻഡ് കൊണ്ട് പ്ലേസ് ചെയ്യാം. സോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്കാനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യും. ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് .bmp ഫയലാണ്. അത് ബിറ്റ് മാപ്പ് ഫയലാണ്. സോ അപ്പം ഒരു ഇമേജ് ഫയൽ ഫോമാറ്റാണ്. ആ ഒരു ഫോമാറ്റിലാണ് അത് സ്റ്റോർ ആവുന്നത്. ദെൻ സ്റ്റോർ ആയതിനു ശേഷം യൂസർ എപ്പോഴാണോ വീണ്ടും ഈ ഒരു ഓത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്, അത് വീണ്ടും ഈ ഒരു പ്രോഗ്രാമുമായിട്ട്, മീൻസ് ഏതിലേക്ക് ഓത്തൻറ്റിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ഈ ടെംപ്ലേറ്റുമായിട്ട്, മാച്ചിങ് ടെംപ്ലേറ്റുമായിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് ഈ മാച്ചിങ് ടെംപ്ലേറ്റും എൻറോൾമെൻറ്റ് ടെംപ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. കമ്പാരിസൺ ഓക്കെയാണ്, മാച്ച് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ ആക്സസ് കിട്ടും, ഗ്രാൻഡ് ചെയ്യും. അല്ല എങ്കിൽ ഒബ്വിയസ്ലി അയാൾ അൺഓത്തറൈസ്ഡ് ആണെന്നുള്ള രീതിയിൽ അയാളെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹാൻഡ് പ്രിൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്.